കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോയായിരുന്നു. ഒരു ഹിന്ദുവായ അധ്യാപിക തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള ബിസ്മി ചൊല്ലിക്കൊടുക്കുന്ന ഒരു വീഡിയോയായിരുന്നു അത്. എന്നാൽ നമ്മുടെ നാട്ടിൽ വർഗീയത പറഞ്ഞ് അതിൽ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘികൾ ഈ അവസരം മുതലെടുത്തു. സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി വിദ്വേഷ പ്രചാരണം നടത്തുന്ന ഒരു സംഘി ഈ ഹിന്ദുവായ അധ്യാപികയെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ഒരു ഹിന്ദുവായ അധ്യാപിക എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ബിസ്മി ചൊല്ലിക്കൊടുക്കുന്നത് എങ്ങനെ ശരിയാകും? എന്നാൽ തിരിച്ച് ഇതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിം കുട്ടിയോട് ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു ഭോജനമന്ത്രം ചൊല്ലിച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് ആ സംഘി അതിൽ വർഗീയത കണ്ടെത്തി. നോക്കൂ, സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ആ സംഘി വീഡിയോ ചെയ്തത്. ഇവന്മാര് മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടുമോ എന്ന് കാത്തിരിക്കുകയല്ലേ, പിന്നെ എവിടെയാണ് സത്യം തിരയാൻ സമയം? ഈ സംഘി ആ ടീച്ചറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചെയ്ത വീഡിയോക്ക് താഴെ ആ ടീച്ചറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി കമൻറ്റുകളാണ് കാണാൻ സാധിച്ചത്. വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന, തീവ്രവാദി എന്ന് വിളിക്കുന്ന കമൻറ്റുകളൊക്കെ അതിൽ കാണാൻ സാധിച്ചു. അവസാനം തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം സഹിക്കാൻ വയ്യാതെ ആ അധ്യാപിക തന്നെ രംഗത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ മുസ്ലിം കുട്ടികൾ മാത്രമാണ് ഉള്ളത്. അതിനുശേഷം ആ സംഘിയുടെ വീഡിയോ അമളി പറ്റിയതാണെന്നറിഞ്ഞ് ആ സംഘി വീഡിയോ മുക്കി. ഇപ്പോൾ ആ വീഡിയോ കാണുന്നില്ല. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ടില്ലേ, ഇതാണ് ആ ഒരു വീഡിയോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഒരു അധ്യാപിക തന്റെ ക്ലാസ്സിലെ കൊച്ചു കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ബിസ്മി ചൊല്ലിക്കൊടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ആ അധ്യാപികയെ ഒറ്റനോട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാകും അവരൊരു ഹൈന്ദവ സഹോദരിയായിട്ടുള്ള ഒരു അധ്യാപികയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് എത്തിയത്. ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായി മാറി. നമ്മുടെ നാട്ടിൽ വർഗീയത വിതറി ലാഭം കൊയ്യാൻ കാത്തിരിക്കുന്ന സംഘികൾ ഈ ഒരു അവസരം മുതലെടുത്തു. ഞാൻ ഭാരതീയൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി വിദ്വേഷ പ്രചാരണം നടത്തുന്ന ഒരു സംഘി ഈ ഒരു അധ്യാപികയെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ഒരു ഹിന്ദുവായ ഒരു അധ്യാപിക എല്ലാ മതവിഭാഗത്തിലും പെട്ട കുട്ടികൾക്ക് ബിസ്മി ചൊല്ലി കൊടുക്കുന്നത് എങ്ങനെ ശരിയാവും? നേരെ തിരിച്ച് ഇതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിം കുട്ടിയോട് ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു ഭോജന മന്ത്രം ചൊല്ലിച്ചാൽ എന്താകും ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വിഷയത്തിൽ വർഗീയത കണ്ടെത്താൻ തുടങ്ങി. അവന്റെ ആ ഒരു വീഡിയോ നിങ്ങൾ ഞാനൊന്ന് കാണിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിനെയും അവഹേളിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടുത്തെ രണ്ട് തരത്തിലുള്ള ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടികൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ടീച്ചർ അവരോട് മുസ്ലിം ആരാധന പ്രകാരമുള്ള ഖുർആൻ വാക്കുകൾ ഉദ്ധരിക്കാൻ പറയുന്നു. കുട്ടികൾ അത് ഏറ്റുപായുന്നു. നല്ലത്, നന്നായി വരട്ടെ. ഇത് കേരളത്തിന്റെ മതേതര പ്രവർത്തനങ്ങളുടെ ചിന്താഗതിയാണെങ്കിൽ നാളെ ആ കുട്ടികളെ കൊണ്ട് ഹിന്ദു ആരാധന പ്രകാരമുള്ള ഒരു ഭോജന മന്ത്രം ചൊല്ലിച്ചാൽ ഈ നാട്ടിൽ എന്തൊക്കെ വിപ്ലവമായിരിക്കും നടക്കാൻ പോകുന്നത്? ചൊല്ലിച്ച ടീച്ചറിന്റെ പണി പോകും. അവരെ സമൂഹ മാധ്യമത്തിൽ കുറെ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യും. മീഡിയാസ് അവരെ കൊണ്ട് കണ്ടന്റ് പണി കൂട്ടും. പലതവണ പല കാര്യങ്ങളിൽ നമ്മൾ ഇത് കണ്ടതാണ്. മതപഠനശാലകളിൽ ചൊല്ലേണ്ട മന്ത്രങ്ങൾ അവിടെ മാത്രം മതി, മറ്റുള്ളവർക്ക് അത് കുത്തിക്കയറ്റാൻ നോക്കണ്ട. എല്ലാവർക്കും ഇവിടെ ഒരേ നിയമമാണ്. ഒരു വിഭാഗത്തിന് മാത്രം മതേതരവും മറ്റേ വിഭാഗത്തിന് വർഗീയതയുമാകുന്നത് ഇവിടുത്തെ ന്യായമാണ്. ഇതിന് താഴെ വരാൻ പോകുന്ന കമന്റുകൾ കണ്ടിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പുല്ലുമില്ല, പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. നോക്ക്, നിരന്തരമായി കൊണ്ട് എപ്പോ നോക്കിയാലും ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരുത്തനാണ് ഇവൻ. ഇവൻ ഈ ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ ആ അധ്യാപികയെ വളരെയധികം മോശമാക്കുന്ന തരത്തിൽ, അധ്യാപികയെ തീവ്രവാദി നടക്കമുള്ള മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ കളിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന കമന്റുകളാണ് കാണാൻ സാധിച്ചത്. നോക്കൂ, സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ, അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഈ ഭാരതി അടക്കമുള്ള സംഘികൾ ഈ ഒരു വിഷയത്തെ ഏറ്റുപിടിച്ചത്. ഒരു പാവം അധ്യാപികയെ സമൂഹത്തിന് മുന്നിൽ അവഹേളിച്ചു.
അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ വിമർശിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാത്തിരുന്ന് അതിൽ വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കുക എന്നുള്ളത് സംഘികളുടെ സ്ഥിരം പരിപാടിയാണ്. അതിന്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പോലും ഇവന്മാർ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. നോക്ക്, ആ വീഡിയോ ഇവന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. അമളി പറ്റിയതാണ് എന്ന് അറിഞ്ഞതോടുകൂടി ഇവൻ ആ വീഡിയോ അവന്റെ സമൂഹ മാധ്യമ പേജുകളിൽ നിന്നും വീഡിയോ നീക്കം ചെയ്തു. അവൻ ആ വീഡിയോ മുക്കി, അതിപ്പോൾ കാണാനില്ല. ഒരു പാവം അധ്യാപികയെ മറ്റുള്ളവരെ കൊണ്ട് തെറിവിളിപ്പിച്ചതിന് ശേഷം, വർഗീയതയും വിദ്വേഷവും എല്ലാം പ്രചരിപ്പിച്ചതിന് ശേഷം വീഡിയോ അവൻ നീക്കം ചെയ്ത് അവൻ അടുത്തത് എവിടെയെങ്കിലും വർഗീയത കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മറ്റു വീഡിയോകളുമായി മുന്നോട്ട് പോകുന്നു. നോക്കൂ, ഇതിന്റെ പേരിൽ ആ ടീച്ചർ അനുഭവിച്ച, ആ അധ്യാപിക നേരിട്ട സൈബർ ആക്രമണം, ആ അപമാനം, അതിനാരും മറുപടി പറയും? നോക്ക്, ഇതുപോലെയുള്ള സംഘികളെ കൊണ്ട് വർഗീയത പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിക്കാനല്ലാതെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ഇവന്മാർ ചെയ്തിട്ടുണ്ടോ? ആർക്കും ഒരു ഉപകാരവും ചെയ്യുകയുമില്ല. ഇനി മറ്റേതെങ്കിലും ഇതര മതസ്ഥർ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കഴിഞ്ഞാൽ അതിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം ആളുകൾ. തനിക്കെതിരെ നിരന്തരമായി ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾ സഹിക്കാൻ കഴിയാതെ അവസാനം ആ അധ്യാപിക തന്നെ മറുപടിയുമായി നേരിട്ട് രംഗത്ത് വന്നു. ആ അധ്യാപികയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിലെ മക്കൾ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടല്ല, എനിക്കിപ്പോ അത് ഇങ്ങനെ എന്താ പറയണ്ടേ, ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കലാണ്. അപ്പൊ എനിക്ക് അതിനൊരു മറുപടി പറയാൻ തോന്നിയിട്ട് ഞാൻ വന്നതാണ് കേട്ടാ. എല്ലാവർക്കും കുറേ സംശയങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഹിന്ദു കുട്ടികൾക്കും ക്രിസ്ത്യാനികൾക്കുമാണ് ഇങ്ങനെ മുസ്ലിം മതം പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാനുണ്ടല്ലോ പിന്നെ ഇസ്ലാമിക് പ്രീ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അവിടെ മുസ്ലിം കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തിയാണത്. അവരെ പഠിക്കുമ്പോൾ ഞാനും കേട്ട് പഠിച്ച് അങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിയാണത്. അപ്പൊ അതിന് ഒരുപാട് ബാഡ് കമന്റും ഒരുപാട് പേരെന്നെ ടാഗ് ചെയ്തിട്ടും ഇപ്പൊ ഇങ്ങനെ എന്നാ പറയണ്ടേ, ഇങ്ങനെ അങ്ങനെ ആക്കുന്നുണ്ടെന്നാ. പിന്നെ അതില് ഇസ്ലാമിക് പരമായിട്ട് ഒരുപാട് കാര്യങ്ങള് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അത് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഇതിൽ എന്റെ ഇൻസ്റ്റ ഐഡിയിൽ തന്നെ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ കയറുമ്പോ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന. അപ്പോ അതുപോലെ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഇത് എന്നാ പറയണ്ടേ, മനുഷ്യനെ അത്രമാത്രം തളർത്തുകയും പിന്നെ എന്നാ പറയുക മാനസികമായി തളർത്തുകയും എന്നുള്ള പറയുന്ന പോലത്തെ ഒരു അവസ്ഥയില്ലേ, അതാണത്. ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടാല് എന്നാ പറയണ്ടേ, മുസ്ലിമായ കുട്ടികൾക്ക് ഹിന്ദുവായി ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാരും എന്നെ എന്നാ പറയണ്ടേ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചു. ഇത് ഒരുമാതിരി അപ്രിഷിയേറ്റ് ആയി പോയി കേട്ടാ. കണ്ടില്ലേ, അവർ പഠിപ്പിക്കുന്നത് ഒരു ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂളല്ല, അതൊരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരുപാട് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്, മുസ്ലിം കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളുകൾ. ആ സ്കൂളുകളിൽ ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അതുപോലെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ പറയേണ്ട കാര്യങ്ങൾ ആ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ട് ആ അധ്യാപിക പറഞ്ഞ ഒരു കാര്യം, അതായത് മുസ്ലിം കുട്ടികളോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യത്തിനെയാണ് ഇവിടെ കുറെ സംഘികൾ അതിനെ വർഗീയപരമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. നോക്കൂ, ഈ അധ്യാപിക ഇതാദ്യമായിട്ടല്ല, ഇതിനു മുമ്പും ഇത്തരത്തിൽ കുട്ടികളെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിക്കൊടുക്കുന്ന ഒരുപാട് വീഡിയോകളൊക്കെ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനു മുമ്പും പങ്കുവച്ചിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇസ്ലാമിക് സ്കൂളുകളുണ്ട്. ആ മാനേജ്മെന്റിന് വേണമെങ്കിൽ ഒരു മുസ്ലിം അധ്യാപികമാരെ മാത്രം അവിടെ നിയമിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാതെ ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള നമ്മുടെ സഹോദരിമാർക്കും ഒരുപാട് ജോലി അവസരങ്ങൾ അവർ നൽകുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം സ്കൂളുകളിലും ഒരുപാട് ഹിന്ദുവായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ അധ്യാപികമാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ മുസ്ലിമായിട്ടുള്ള ഒരുപാട് അധ്യാപികമാർ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലും പേര് നോക്കി മതം നോക്കി വർഗീയത കണ്ടെത്താൻ ഇത്തരം ആളുകൾ ശ്രമിക്കുമ്പോൾ ഇത്തരം ആളുകളുടെ മനസ്സ് എത്രത്തോളം നീചമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനു മുമ്പ് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു ഹോട്ടലിൽ അവിടെ കാറ്ററിംഗിനായി ജോലിക്കെത്തിയ
അവിടെയുള്ള ഹിന്ദു സഹോദരിമാരെ കൊണ്ട് നിർബന്ധിച്ച് തട്ടമിടിയിപ്പിച്ചു, തലയിൽ തുണിയിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ, അതിന്റെ യാഥാസ്ഥികത, നിജസ്ഥിതി എന്താണെന്ന് പോലും അറിയാതെ അതിലും വർഗീയതയും മതവും ഒക്കെ കൂട്ടിക്കലർത്തി അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചു. അവസാനം ആ സഹോദരിമാർ തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഇത് ഞങ്ങളെ ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതല്ല എന്നവർ പറയുകയുണ്ടായി.